ജീവിത വഴിത്താരയിൽ ഇടയ്ക്കെങ്കിലും കാലിടറിയെങ്കിലും തങ്ങളുടെ ജീവിതം വരെ കർത്താവിന് സമർപ്പിച്ച ശിഷ്യരോട് കൂടെയായിരിക്കുവാൻ കർത്താവ് അയച്ച സഹായകനാണ് പരിശുദ്ധാത്മാവ്. സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്ന ശിഷ്യരുടെ ഉള്ളിൽ കനൽ കൊളുത്തിയത് ഈശോയാണെങ്കിൽ ആ കനൽ ആളിക്കത്തിയത് പന്തക്കുസ്താ ദിനത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധമായ വരവോടുകൂടിയാണ്. ഉള്ളിൽ തീയായതുകൊണ്ട് അന്നവർ സംസാരിച്ചത് തീയുടെ ഭാഷയായിരുന്നു. അന്ന് അവരുടെ സംസാരം സ്പർശിച്ചത് അന്ന് അവിടെ കൂടിയിരുന്ന ഒട്ടനവധി ആളുകളിലായിരുന്നു. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാറാൻ പോകുന്നത് നമ്മുടെ മാത്രം ജീവിതമായിരിക്കില്ല. നമ്മോട് ചേർന്ന് നിൽക്കുന്നവരെ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവയെ ഒരുപക്ഷെ അതെല്ലാം മാറ്റിമറിച്ചേക്കാം. പഴയ നിയമത്തിൽ സാവൂളിനെ പറ്റിയതുപോലെ തൻ്റെ ജീവിതത്തിൽ ദുരാത്മാവ് വന്ന് കയറുന്ന നിമിഷം അറിയാൻ സാധിക്കാത്തതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതവും പ്രകാശത്താൽ പൂരിതമാക്കണമെന്ന്. ആമേൻ.